രാഷ്ട്രീയം എന്തുമാവട്ടെ, വേടൻ ഒരു വലിയ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അയാൾ ഏതെങ്കിലും തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണെങ്കിൽ അയാൾക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കണം. പക്ഷേ നോക്കൂ, ആ 6 ഗ്രാം കഞ്ചാവ് അയാളുടേതുമല്ല, അയാൾ സന്ദർശിച്ച ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തു. 9 പേരാണ് മൊത്തം കൂടി. നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 6 ഗ്രാം ഡിവൈഡഡ് ബൈ 9 എത്രയാണ് എന്ന് നോക്കൂ. നമ്മുടെ രാജ്യത്തെ NDPS ആക്ട് പറയുന്നത് എന്താ? 1 കിലോഗ്രാം വരെ ആണെങ്കിൽ അതിനെ സ്മോൾ ക്വാണ്ടിറ്റി ആയും പരമാവധി 6 മാസം അല്ലെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് പിഴയൊടുക്കി കടന്നു പോകാവുന്ന ഒരു കേസാണ്. 1 കിലോഗ്രാം മുതൽ 20 കിലോഗ്രാം വരെ ആണെങ്കിൽ അത് മീഡിയമാണ്. 20 കിലോഗ്രാമിന് പുറത്താണെങ്കിൽ മാത്രമാണ് അത് 20 വർഷത്തോളം റിഗറസ് ഇംപ്രിസൺമെന്റിന് പോകുന്നത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി. നോക്കൂ, 100 കണക്കിന് കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എവിടുന്നാണ് പ്രധാനമായിട്ട് വരുന്നത്? ഒഡീഷയിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്, തെലങ്കാനയിൽ നിന്ന്. അതേസമയം മെറ്റാഫിറ്റമിനും MDMA അടക്കമുള്ള മാരകമായ സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നത് ഇവിടെ നിന്നാണ്? ബംഗളൂരുവിൽ നിന്ന്, ഗോവയിൽ നിന്ന്. ഈ റൂട്ടിനെ കൃത്യമായി പിന്തുടർന്ന് പിടിച്ച ആ സോഴ്സ് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിനു പകരം ഈ 1.5 ഗ്രാം കഞ്ചാവ് 9 പേർ 6 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചു എന്നത് പിടികൂടി എന്ന രീതിയിലേക്ക് ആ വാർത്ത പോകുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ നിന്നത് മാറുകയും അത് കേവലം ഒരു PR ആക്ടിവിറ്റി ആയിട്ട് മാറുകയും ഇതാ ഇവിടെ എക്സൈസ് സജീവമാണ്, ഇവിടെ ഇതാ ഈ വേട്ട സജീവമാണ് എന്ന തോന്നലുണ്ടാക്കുകയും ചെയ്തു. പിടിക്കരുതെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഇപ്പോൾ പുതിയ കേസ് ചാർജ് ചെയ്യാൻ പോവാ. വീട്ടിൽ നിന്ന് വടിവാളും വാക്കത്തിയും കണ്ടെത്തിയിരിക്കുന്നു. ഫ്ളാറ്റിൽ പിന്നെ വാക്കത്തി അല്ലാതെ വേറെന്താ വയ്ക്കുക? നമ്മുടെ വീട്ടിൽ വന്നാൽ കാണുമല്ലോ മാരകായുധങ്ങൾ, ഒന്ന് കോടാലി, വീട്ടിൽ തേങ്ങ പൊതിക്കാൻ വെച്ചിരിക്കുന്ന